ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട് ചതിക്കുഴികളിൽ വീണ പെൺകുട്ടികളുടെ കഥ നാം ധാരാളം കേട്ടിരിക്കുന്നു. പ്രണയിക്കാത്തതിന്റെ പേരിൽ പെൺകുട്ടിയെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച കഥയും കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കേട്ടു. എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട് പ്രണയത്തിലാവുകയും ആ പ്രണയത്തിലൂടെ ഒരു പെൺകുട്ടി അരയ്ക്കു താഴെ തളർന്ന യുവാവിന് താങ്ങും തണലുമായി മാറിയ കഥയാണ്. പ്രണയത്തിന് അതിർവരമ്പുകളില്ല. യഥാർത്ഥ പ്രണയം ഒരു തടസ്സത്തിന്റെയോ കുറവിന്റെയോ പേരിൽ ഇല്ലാതാകുന്നതല്ല. അത് നേടിയെടുക്കാൻ വേണ്ടത് നിശ്ചയദാർഢ്യം മാത്രം. അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് നാളുകളായി അരയ്ക്ക് താഴേക്ക് തളർന്ന് ജീവിതം മുന്നോട്ട് നയിക്കാൻ ബുദ്ധിമുട്ടിയിരുന്ന ശ്രീനാഥിനെ ജീവിത പങ്കാളിയാക്കിയ നീതു എന്ന പെൺകുട്ടി. 3 മാസങ്ങൾക്ക് മുൻപ് ഫേസ്ബുക്കിലൂടെയാണ് നീതുവും ശ്രീനാഥും പരിചയപ്പെട്ടത്. ആ ബന്ധം ഇപ്പോൾ മിന്നുകെട്ടിലെത്തി നിൽക്കുമ്പോൾ ലോകം ഒറ്റക്കെട്ടായി ഇവർക്ക് ആശംസ നേരുകയാണ്. പത്തനംതിട്ട സീതത്തോട് കൊച്ചുകോയിക്കൽ പുഷ്പാകരന്റെ മകൾ നീതുവും നരിപ്പറ്റ റോഡിൽ ചേലക്കാട് പനയുള്ള പറമ്പത്ത് നാണുവിന്റെ മകൻ ശ്രീനാഥുമാണ് വിവാഹിതരായത്. ഫേസ്ബുക്കിലൂടെയുള്ള സുഹൃത്ത് ബന്ധം പിന്നീട് പ്രണയമായി വളർന്നതാണ് നീതു എന്ന 18-കാരിയെ ശ്രീനാഥിന് ജീവിതം സമ്മാനിച്ചത്. കോളേജ് വിദ്യാർത്ഥിനിയാണ് നീതു. ഫേസ്ബുക്ക് പരിചയം പ്രണയത്തിലെത്തിയതോടെ അരയ്ക്കു താഴെ ചലനശേഷി നഷ്ടപ്പെട്ട കാര്യം അറിഞ്ഞുകൊണ്ടു തന്നെയാണ് BA എക്കണോമിക്സിനു പഠിക്കുന്ന നീതു ശ്രീനാഥിന്റെ വീട്ടിലെത്തിയത്. 2 വർഷം മുൻപ് നടന്ന ബൈക്ക് അപകടത്തിലാണ് ശ്രീനാഥിന്റെ അരയ്ക്ക് താഴേക്ക് തളർന്നു പോയത്. ഏറെ ചികിത്സ നടത്തിയിട്ടും കാലുകൾക്ക് ചലനശേഷി തിരികെ കിട്ടിയില്ല. മകളെ കാണാനില്ലെന്നു കാണിച്ച് നീതുവിന്റെ വീട്ടുകാർ പത്തനംതിട്ട ചിറ്റാർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് നാദാപുരം DYSP പ്രിൻസ് എബ്രഹാമിന്റെ നിർദ്ദേശപ്രകാരം വനിതാ പോലീസ് നീതുവിനെ ശ്രീനാഥിന്റെ വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത് വനിതാ സെല്ലിലേക്ക് മാറ്റി. തുടർന്ന് പത്തനംതിട്ട പോലീസ് എത്തി റാന്നി കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. ശ്രീനാഥിനോടൊപ്പം കഴിയാനാണ് ആഗ്രഹമെന്ന് കോടതിയിൽ പറഞ്ഞ നീതുവിനെ ബുധനാഴ്ച രാവിലെ താഴെ വള്ളിയാട്ട് സുദർശന മഹാവിഷ്ണു ക്ഷേത്രമുറ്റത്തു വെച്ച് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും ശ്രീനാഥിന് ഗൃഹപരിചരണം നടത്തുന്ന കക്കട്ടിലെ സ്നേഹ പാലിയേറ്റീവ് പ്രവർത്തകരെയും സാക്ഷിയാക്കി ലളിതമായ ചടങ്ങിൽ വിവാഹം നടത്തി. വരും ദിവസം നാട്ടുകാർക്കായി വിവാഹ സൽക്കാരം നടത്താനാണ് അവർ ലക്ഷ്യമിടുന്നത്. പാലിയേറ്റീവ് വോളണ്ടിയർമാരായ കരുവങ്കണ്ടി അബ്ദുറഹ്മാൻ ഹാജി, PK റഷീദ്, C സൂപ്പി, CK ഖാസിം, എടക്കലപ്പുറത്ത് അബൂബക്കർ ഹാജി, PM അഷ്റഫ്, KP അഷ്റഫ് എന്നിവരും ചടങ്ങിനെത്തി. ഉള്ളതും ഇല്ലാത്തതുമായ കുറവുകൾ ആരോപിച്ച് ബന്ധങ്ങൾ ഉപേക്ഷിക്കുന്നവർക്ക് നീതു എന്ന പെൺകുട്ടിയുടെ കഥ ഒരു പാഠമാകട്ടെ.